ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1857 കലാപം, ഒന്നാം സ്വാതന്ത്ര്യ സമരം പാർട്ട് 2 ആണ്. ഓക്കെ, മംഗൾ പാണ്ഡെ ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ജനിച്ച മംഗൾ പാണ്ഡെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനികനായിരുന്നു. മംഗൾ പാണ്ഡെ മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് ബരക്പൂരിലെ സൈനികൻ ആയിരുന്നു. 1857 മാർച്ച് 29-ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തി. ബ്രിട്ടീഷ് സൈനിക ഘടകം പാണ്ഡെയെയും കൂട്ടുകാരെയും പിടിക്കാൻ ശ്രമിച്ചു. പാണ്ഡെ സ്വയം വെടിവെച്ചു എങ്കിലും ബ്രിട്ടീഷുകാർ ജീവനോടെ പിടികൂടി. 1857 ഏപ്രിൽ 6-ന് സൈനിക കോടതി വിസ്തരിച്ചു. ഏപ്രിൽ 8-ന് ബരക്പൂരിൽ തൂക്കിക്കൊന്നു. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1984. 50 പൈസ സ്റ്റാമ്പാണ്. കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെ ആയി അഭിനയിച്ചത് ആരാണ്? അമീർ ഖാൻ ആണ്. അടുത്തത് നാനാ സാഹേബ്. നാനാ സാഹേബ് കാൺപൂരിലെ ഭരണാധിപനായിരുന്ന ബാജി റാവുവിന്റെ ദത്തുപുത്രനാണ്. നാനാ സാഹേബ് ബാജിറാവുവിന്റെ ദത്തുപുത്രൻ നാനാ സാഹേബ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹേബാണ്. 1859 നേപ്പാളിലേക്ക് നാട് കടന്നു. താന്ത്യ തോപ്പി. താന്ത്യ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗാണ്. രാമചന്ദ്ര പാണ്ഡുരംഗ. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയാണ് താന്തിയ തോപ്പി. ഓക്കെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്ത്യ തോപ്പി. താന്ത്യ തോപ്പിയുടെ കൂട്ടുകാരനായ മാനസിംഹന്റെ സഹായത്തോടെ ബ്രിട്ടീഷ് പട്ടാള മേധാവി സർ കോളിൻ ക്യാമ്പൽ തോപ്പിയെ പരാജയപ്പെടുത്തി. ആരാണ് താന്ത്യ തോപ്പിനെ പരാജയപ്പെടുത്തിയത്? സർ കോളിൻ ക്യാമ്പൽ. 1859 ഏപ്രിൽ 18-ന് മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ച് പരസ്യമായി തൂക്കിക്കൊന്നു. താന്ത്യ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയിൽ. ഝാൻസി റാണി. ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം മണികർണിക മനുഭായ്. ഝാൻസിയിലെ രാജാവായിരുന്ന രാജാ ഗംഗാധർ റാവുവിന്റെ രാജ്ഞി ആരാ? റാണി ലക്ഷ്മിബായി ആണ്. 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടുവാൻ കാരണമായ സംഭവം: ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസി റാണിയെ വധിച്ച് ബ്രിട്ടീഷ് പട്ടാള മേധാവി. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ്? ഹ്യൂഗ് റോസ് ആണ്, ഗോളിയാറിൽ വെച്ച്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാ? ഹ്യൂറോസ് ആണ്. ഹ്യൂറോസ്. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ഹ്യൂറോസ് ആണ്, ഗോളിയാറിൽ വെച്ച്. അദ്ദേഹം തന്നെയാണ് വിശേഷിപ്പിച്ചത് ഇങ്ങനെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. വിശ്വചരിത്ര അവലോകനം എന്ന കൃതിയിൽ. ഝാൻസി റാണിയുടെ കുതിരകൾ, അവരുടെ പേരെന്തൊക്കെയാ? ബാദൽ, സാരംഗി, പവൻ. ബാദൽ, സാരംഗി, പവൻ. കലാപകാലത്തു ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ബാദലാണ്. ബാദൽ. ചബേലി എന്നറിയപ്പെട്ട വിപ്ലവകാരി ഝാൻസി റാണിയാണ്. ചബേലി. ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം 1858 ജൂൺ 18-ന്. ബഹദൂർ ഷാ സഫർ 1775 to 1862. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ബഹദൂർ ഷാ സെക്കൻഡിനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തി വില്യം ഹോഡ്സൺ. വില്യം ഹോഡ്സൺ. ഓക്കെ. ബഹദൂർ ഷാ സെക്കൻഡ് പിടിയിലായത് ഏതു ചരിത്ര സ്മാരകത്തിൽ നിന്ന് ആണ്? ഹൂമയൂണിന്റെ ശവകുടീരം. ബഹദൂർ ഷാ സെക്കൻഡിനെ 1858 ഒക്ടോബർ 7-ന് ബർമ്മയിലെ റങ്കൂണിലേക്ക് നാടുകടത്തി. 1862 അവിടെ വെച്ച് മരിച്ചു. ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റങ്കൂണിലാണ്. സഫർ എന്ന തൂലികാ നാമത്തിൽ അദ്ദേഹം കുറെ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ബീഗം ഹസ്രത് മഹൽ.
നെക്സ്റ്റ് പേഴ്സൺ ആണ് ബീഗം ഹസ്രത്ത് മഹൽ. അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായുടെ പത്നിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. വാജിദ് അലി ഷാ. ഓക്കെ. 1856 ബ്രിട്ടീഷുകാർ വാജിദ് അലി ഷായെ കൽക്കട്ടയിലേക്ക് നാടുകടത്തിയതിനെ തുടർന്ന് അവധിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. അടുത്തതാണ് ഷാമൽ. ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. പ്രാദേശികമായി രാജാവായി അംഗീകരിക്കപ്പെട്ടിരുന്ന ഷാമൽ ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്റെ ബംഗ്ലാവ് പിടിച്ചെടുക്കുകയും അതിനെ നീതിയുടെ ഹാൾ ഓഫ് ജസ്റ്റിസ് ആക്കി മാറ്റുകയും തർക്കങ്ങൾ പരിഹരിക്കുകയും വിധിന്യായങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഷാമൽ. ഓക്കെ. മൗലവി അഹമ്മദുള്ള ഷാ. ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. 1856 ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ്, വിശുദ്ധ യുദ്ധം നടത്താൻ പ്രേരിപ്പിച്ചു. ചെണ്ട മേളക്കാർ മുമ്പിലും അനുയായികൾ പിന്നിലുമായി ഒരു പല്ലക്കിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അതിനാൽ ദംഗാ ചെണ്ടയോട് കൂടിയ മൗലവി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ദംഗാ എന്നുള്ളത് ആരാണ്? മൗലവി അഹമ്മദുള്ള ഷായാണ്. ഓക്കെ. പ്രസിദ്ധമായ ചിൻഹട്ട് യുദ്ധത്തിൽ പോരാടുകയും ഹെൻറി ലോറൻസിന്റെ കീഴിലുള്ള ബ്രിട്ടീഷ് സൈനികരെ തോൽപ്പിക്കുകയും ചെയ്തു. ആര്? മൗലവി അഹമ്മദുള്ള ഷാ. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ്? അസിമുള്ള ഖാനാണ്. അസിമുള്ള ഖാൻ. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ അസിമുള്ള ഖാൻ. 1857 വിപ്ലവത്തിന്റെ അംബാസഡർ ആരാണ്? അസിമുള്ള ഖാൻ. അതും അസിമുള്ള ഖാനാണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ്. 1857 വിപ്ലവത്തിന്റെ പരാജയ കാരണങ്ങൾ എന്തെല്ലാമാണ്? കലാപം പ്രാദേശികമായിരുന്നു. ദേശവ്യാപകമായി പടരാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. ദക്ഷിണേന്ത്യയിലേക്കോ കിഴക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലേക്കോ അത് വ്യാപിച്ചില്ല. ഇന്ത്യയിലെ പല വിഭാഗങ്ങളും കലാപത്തിൽ പങ്കെടുത്തില്ല. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും വൻകിട ജന്മിമാരും വൻ കച്ചവടക്കാരും പണമിടപാടുകാരും ഇതിൽ നിന്നും മാറി നിന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ നവീകരിക്കും എന്ന് തെറ്റിദ്ധരിച്ച അഭ്യസ്തവിദ്യരായ ഇന്ത്യക്കാരെ പിന്തുണച്ചില്ല. കലാപകാരികൾക്കു ആധുനിക രീതിയിലുള്ള ആയുധങ്ങളോ യുദ്ധോപകരണങ്ങളോ ഉണ്ടായിരുന്നില്ല. ശിപ്പായിമാർക്കിടയിലെ അച്ചടക്കരാഹിത്യവും ആസൂത്രണത്തിന്റെ അഭാവവും കലാപത്തെ പരാജയമാക്കി. നേതൃത്വപരമായ പോരായ്മകളും പാളിച്ചകളും കലാപത്തെ പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ടിലെ വിഭവശേഷി, സാങ്കേതിക മേന്മ, നേതൃത്വം എന്നിവയും കലാപത്തിന്റെ പരാജയം ഉറപ്പാക്കി. 1857 കലാപത്തിന്റെ ഫലങ്ങൾ. 3-ാം നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടായിരുന്ന മുഗൾ രാജവംശത്തിന് കലാപം പൂർണ്ണമായ അന്ത്യം കുറിച്ചു. 3 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടായിരുന്ന മുഗൾ രാജവംശത്തിന് കലാപം പൂർണ്ണമായി അന്ത്യം കുറിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലുള്ള ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഘടനയും നയങ്ങളും മാറി സാമ്രാജ്യത്വ വികസന നയം ഉപേക്ഷിച്ചു. പകരം സാമ്പത്തിക ചൂഷണത്തിന് ഊന്നൽ നൽകി. വിഭജിച്ച് ഭരിക്കൽ നയം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി. സാമൂഹിക പരിഷ്കരണങ്ങളോട് ബ്രിട്ടീഷുകാർ വിമുഖത പ്രകടിപ്പിച്ചു. കലാപം ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കി. ആധുനിക ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തിന് കലാപം വഴി തെളിയിച്ചു. ഓക്കെ. പ്രധാന പുസ്തകം, രചയിതാവ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആരാണ് എഴുതിയത്? വി ഡി സവർക്കർ ആണ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വി ഡി സവർക്കർ. 1857 ദി ഗ്രേറ്റ് റെബല്യൻ ആരാ എഴുതിയത്? അശോക് മേത്ത. ശിപ്പായി മുട്ടണി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 ആർ സി മജുംദാർ. ശിപ്പായി മുട്ടണി 1857 എച്ച് ബി ചത്തോപാധ്യ. ക്വീൻ ഓഫ് ജാൻസി ആരെഴുതിയത്? മഹാശ്വേതാദേവി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം താരാചന്ദാണ് എഴുതിയത്. നാനാ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി മനോഹർ മൽഗോർക്കർ രചിച്ച പുസ്തകം ദി ഡെവിൾസ് വിൻഡ്, ചെകുത്താന്റെ കാറ്റ്. 1-ാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മാൽസ് പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണുഭട്ട് ഗോഡ്സെയാണ്. ഓക്കെ. 1-ാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ച വ്യക്തി മലയാറ്റൂർ രാമകൃഷ്ണൻ. അമൃതം തേടി. ഓക്കെ. തോമസ് ജോൺസ് ബാർക്കർ 1859 റിലീഫ് ഓഫ് ലക്നൗ. തോമസ് ജോൺസ് ബാർക്കർ റിലീഫ് ഓഫ് ലക്നൗ. ഓക്കെ.
തോമസ് ജോൺസ് ബാർക്കർ എഴുതിയതാണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന കൃതി. സർ ജോസഫ് നോവൽ പാറ്റോൺ 1858 ഓർ 1859 ഇൻ മെമ്മോറിയം എന്നുള്ള കൃതി ആരെഴുതിയത്? സർ ജോസഫ് നോവൽ പാറ്റോൺ ആണ്. പാറ്റൺ. മിസ് വീലർ കാൻപൂരിലെ കലാപകാരികളെ വധിക്കുന്ന ചിത്രം. മിസ് വീലർ കാൻപൂരിലെ കലാപകാരികളെ വധിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി. ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അഥവാ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ദത്തവകാശ നിരോധന നിയമം. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്ന ആക്ട് ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 നവംബർ 1 അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തി കാനിങ് പ്രഭുവാണ്. കാനിങ് പ്രഭു, ലോർഡ് കാനിങ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്ന് മുതലാണ് വൈസ്രോയ് ആയി അറിയപ്പെടാൻ തുടങ്ങിയത്? 1858 ഒക്ടോബർ 2. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങൾ. വി ഡി സവർക്കർ വിശേഷിപ്പിച്ചത് എന്താണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ്. ജോൺ ലോറൻസ് സീലി ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചു. ആർ സി മജുംദാർ ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലും അല്ല, സ്വാതന്ത്ര്യ സമരവും അല്ല. ആർ സി മജുംദാർ. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? എസ് ബി ചൗധരിയാണ്. ഉയർത്തെഴുന്നേൽപ്പ് ദി ലാസ്റ്റ് മുഗൾ എന്ന കൃതിയിൽ വിശേഷിപ്പിച്ചത് ആരാ? വില്യം ഡാൽറിംബിൾസ്. ബെഞ്ചമിൻ ഡിസ്രേലി വിശേഷിപ്പിച്ചത് എന്താണ്? ദേശീയ ഉയർത്തെഴുന്നേൽപ്പ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന കൃതിയിൽ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? താരാചന്ദ്. ടി ആർ ഹോംസ് വിശേഷിപ്പിച്ചത് എന്താണ്? പരിഷ്കൃതവും അപരിഷ്കൃതവും തമ്മിലുള്ള സംഘർഷം. എം എൻ റോയ് വിശേഷിപ്പിച്ചത് എന്താണ്? ഫ്യൂഡൽ റിവോൾട്ട് എന്നാണ്. പീപ്പിൾസ് പ്ലാൻ എന്ന കൃതിയിൽ എം എൻ റോയ് വിശേഷിപ്പിച്ചത് ഫ്യൂഡൽ റിവോൾട്ട്. പേഴ്സിവിയൽ സ്പിയർ കൈമോശം വന്ന മഹത്വത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമം എന്നാണ് പേഴ്സിവിയൽ സ്പിയർ വിശേഷിപ്പിച്ചത്. എസ് എൻ സെന്ന് വിശേഷിപ്പിച്ചത് എന്താണ്? കാലത്തെ തിരിച്ചു വയ്ക്കാനുള്ള യാഥാസ്ഥിതിക ഘടകങ്ങളുടെ ശ്രമം. ജവഹർലാൽ നെഹ്റു 1857 വിപ്ലവത്തെ എന്താണ് വിശേഷിപ്പിച്ചത്? ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി, കാലം എത്താതെയുള്ള വിപ്ലവത്തിന്റെ പൊട്ടിപ്പുറപ്പെടൽ, കലാപ നേതാക്കളെ അമ്പരിപ്പിച്ചു. ബ്രിട്ടീഷുകാർ എന്താണ് വിശേഷിപ്പിച്ചത്? ചെകുത്താന്റെ കാറ്റ് എന്നാണ്. ഡെവിൾസ് വിൻഡ്. 1857 ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എന്ന പ്രസിദ്ധീകരണത്തിൽ കാറൽ മാക്സ് ആണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കരുതാം എന്ന് ആദ്യമായി പറഞ്ഞത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്ത വ്യക്തി ആരാണ്? കാറൽ മാർക്സ് ആണ്. 1857 വിപ്ലവം ദേശീയ കലാപം എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. ബെഞ്ചമിൻ ഡിസ്രേലി. ഓക്കെ. ശരിയായി യോജിപ്പിക്കുക. റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറഞ്ഞ ആരാ? റിലീഫ് ഓഫ് ലക്നൗ തോമസ് ജോൺസ് ബാർക്കർ ആണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഓക്കെ. ഇൻ മെമ്മോറിയം ആരുടെ കൃതിയാണ്? ജോസഫ് നോയലിന്റെ കൃതിയാണ്. റിലീഫ് ഓഫ് ലക്നൗ തോമസ് ജോൺസ് ബാർക്കർ. ഇൻ മെമ്മോറിയം ജോസഫ് നോയൽ. നീതിയുടെ ഹാള് ഷ്യാമൽ. ഓക്കെ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓക്കെ. കോൾ ഗോത്രവർഗക്കാരുടെ നേതാവായിരുന്നു ഷ്യാമൽ. ശരിയാണോ? തെറ്റാണ്. ഏത് വർഗക്കാരുടെ നേതാവായിരുന്നു ഷ്യാമൽ? നോക്കാം. ഷ്യാമൽ ബരൌട്ട് പർഗാനി. ഓക്കെ. അവധിലെ ഭരണാധികാരി ആയിരുന്നു വാജിദ് അലി ഷാ. 2 ശരിയാണ്.
ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? വെല്ലസ്ലി പ്രഭു ആണോ? അല്ലല്ലോ. പിന്നെ ആരാ? അതാരായിരുന്നു? ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി. ഇനി ഐഡിയ? നമ്മൾ നേരത്തെ വായിച്ചതായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് മറന്നുപോയാ? നോക്കാം. മംഗൾ പാണ്ഡെ, ബാജിറാവിന്റെ ദത്തുപുത്രൻ നാനാ സാഹേബ്, താന്തിയ തോപ്പെ, രാമചന്ദ്ര പാണ്ഡുരംഗ. ഓക്കെ. ഝാൻസിയിലെ രാജാവ് രാജാ ഗംഗാധർ റാവു, അദ്ദേഹത്തിന്റെ രാജ്ഞിയാണ് റാണി ലക്ഷ്മിബായി. ഓക്കെ. ബീഗം ഹസ്രത് മഹൽ വാജിദ് അലിഷായുടെ ഔദിലെ വാജിദ് അലിഷായുടെ പത്നിയായിരുന്നു. ഓക്കെ. ഷാമല് ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനിയിൽ. ഓക്കെ. ഡങ്കാ ഷാ എന്നറിയപ്പെടുന്നത് മൗലവി അഹമ്മദുള്ള ഷായാണ്. ഓക്കെ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ലോർഡ് ഡെൽഹൌസി ആണ്. ഡെൽഹൌസി പ്രഭുവാണ്. ഓക്കെ. താങ്ക് യു ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്. ബൈ.